പ്രത്യാഘാതങ്ങളാണ് കൊളോണിയലിസം ഒരു ജനത എന്ന നിലയ്ക്ക് നമുക്ക് മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യയിലുള്ള ഇതുവരെയുള്ള എല്ലാ വിജ്ഞാനം കൂടി ചേർത്ത് വെച്ചാൽ യൂറോപ്പിലെ ഒരു ലൈബ്രറിയിലെ ഒരു ഷെൽഫിലേക്ക് പോലും തികയില്ല. അങ്ങനെ കൊളോണിയലിസത്തിന് ബദലായിട്ട് എന്തെല്ലാം തരത്തിലുള്ള മാതൃകകൾ ഉണ്ടാക്കാം എന്നാലോചിച്ച ഒരു മഹാചിന്തകനാണ് വാസ്തവത്തിൽ ഗാന്ധി എന്ന് പറയാൻ. ഇതിന് മുമ്പുള്ള ഒരു എപ്പിസോഡിൽ ഞാൻ സാമ്രാജ്യത്വവും കൊളോണിയലിസവും എന്ന ഒരു പ്രമേയം അവതരിപ്പിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായാണ് ഇന്ന് പോസ്റ്റ് കൊളോണിയലിസം എന്നൊരാശയം അവതരിപ്പിക്കുന്നത്. കൊളോണിയലിസത്തെക്കുറിച്ച് സൂചിപ്പിച്ചതുപോലെ പോസ്റ്റ് കൊളോണിയലിസം എന്നതും ഇന്നേറെ പരിചിതമായ ഒരു സങ്കല്പം ആണ്. അത് വളരെ പരിമിതമായൊരു സമയം കൊണ്ട് പൂർണ്ണമായി വിശദീകരിക്കുക എന്നത് സാധ്യമല്ല. അതുകൊണ്ട് സാമാന്യമായി ഈ സങ്കല്പം എന്താണ് എന്ന് പരിചയപ്പെടുത്താൻ മാത്രമേ ഞാൻ ശ്രമിക്കുന്നുള്ളൂ. ഈ പ്രമേയം കൊളോണിയലിസം എന്ന ആശയം ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെ പ്രധാനമായിരുന്നു എന്ന് ആ പ്രഭാഷണത്തിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ പോസ്റ്റ് കൊളോണിയലിസം എന്നതും ഇന്ത്യ പോലെ കോളനിവൽക്കരിക്കപ്പെട്ട രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. എന്തുകൊണ്ടെന്നാൽ പോസ്റ്റ് കൊളോണിയലിസം എന്ന ഈ സങ്കല്പം ഉണ്ടായി വരുന്നത് തന്നെ കോളനിവൽക്കരിക്കപ്പെട്ട രാജ്യങ്ങളിൽ നിന്നാണ്. കൊളോണിയൽ അനുഭവമുള്ള രാജ്യങ്ങളിൽ അവരുടെ കൊളോണിയൽ അനുഭവത്തെ വീണ്ടും വിശകലനം ചെയ്യുന്ന, അവരുടെ കൊളോണിയൽ അനുഭവത്തിലേക്ക് നടത്തുന്ന ഒരു പുനഃസന്ദർശനവും വീണ്ടും വിചാരവുമാണ് പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ചിന്തകരും എഴുത്തുകാരും കൊളോണിയലിസം എന്ന് പറയുന്ന അനുഭവത്തെ സ്വാതന്ത്ര്യത്തിന് ശേഷം, ഈ കൊളോണിയൽ അധിനിവേശത്തിന് ശേഷം അവർ നടത്തിയ അന്വേഷണങ്ങളുടെ ഫലമായിട്ട് ഉരുത്തിരിഞ്ഞു വരുന്ന ആശയമണ്ഡലമാണ് പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറയുന്നത്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പൊതുവിൽ നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നിട്ടാണ് ഞാനിതെല്ലാം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ഏഷ്യയിലെ മറ്റ് പല രാജ്യങ്ങളിലൊക്കെ ഈ കൊളോണിയൽ അനുഭവം ഉണ്ട്, നമുക്കറിയാം. അവിടെയൊക്കെ ഈ കൊളോണിയൽ അനുഭവത്തിലേക്കുള്ള പുനഃസന്ദർശനവും അതിൻ്റെ വിശകലനവും നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാം പറയാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് പ്രധാനമായും ഇന്ത്യയുടെ ഈ കൊളോണിയൽ അനുഭവത്തെ സംബന്ധിച്ച് അതിനെ മാതൃകയാക്കി, അല്ലെങ്കിൽ അതിനെ ദൃഷ്ടാന്തമാക്കിയെടുത്ത് ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കഴിഞ്ഞ ഈ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. അത് സാമ്രാജ്യത്വ ശക്തികൾ അല്ലെങ്കിൽ മൂലധന ശക്തികൾ അവരുടെ ലാഭം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കമ്പോളങ്ങൾ തേടി രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി അധികാരമുറപ്പിച്ച് അവരെ അവരുടെ കോളനിയാക്കി മാറ്റി. അവിടെ നിന്നാണ് ഈ കൊളോണിയലിസം എന്ന് പറയുന്നൊരു അനുഭവം നമുക്കുണ്ടാവുന്നത്. അങ്ങനെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ കോളനിയായിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. നമ്മൾ ഇന്ത്യയിലെ ഈ കൊളോണിയൽ അധിനിവേശത്തിനെതിരെ ഇന്ത്യയിൽ വികസിച്ചു വന്ന ആദ്യകാലത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ കിട്ടിയ, ആധുനിക വിദ്യാഭ്യാസം ഒക്കെ ലഭിച്ച ചെറുപ്പക്കാർ ഒത്തുകൂടുകയും പിന്നീട് ഗാന്ധിയുടെയും മറ്റും നേതൃത്വത്തിൽ വിപുലമായ ജനകീയ പ്രക്ഷോഭമായി മാറുകയും ചെയ്ത ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം. ആ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഏറ്റവും പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ചൊരു ആദർശം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ ഭരണം ഇന്ത്യക്കാർക്ക് നൽകുക, ഇതായിരുന്നു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. ആ സമരം 1947
ആഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് ആ സമരം വിജയിച്ചു എന്നും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോയി, ഇന്ത്യയിലെ കൊളോണിയലിസം എന്നേക്കുമായി അവസാനിച്ചു എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ കൊളോണിയലിസം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഡോമിനേഷൻ, രാഷ്ട്രീയമായ അധീശത്വം മാത്രമല്ല, അതിനപ്പുറവും ചില മാനങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നത് ഒരർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ നിന്ന് പോയതിന് ശേഷമാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണം സൈനികമായും രാഷ്ട്രീയമായും വളരെ ഭൗതികമായി തന്നെ ഭൗതിക രൂപങ്ങളിൽ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന സാഹചര്യം ഇല്ലാതായാലും അവരുടെ അദൃശ്യ സാന്നിധ്യം നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ, രാഷ്ട്ര സംവിധാനത്തിൽ എല്ലാം ഉൾച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് കൊളോണിയലിസം അതിൻ്റെ ഭൗതിക രൂപത്തിൽ അവസാനിച്ചെങ്കിലും അതിൻ്റെ ആശയലോകം, കൊളോണിയലിസം നമ്മളെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി ഉൽപ്പാദിപ്പിച്ച ആശയലോകം പരാജയപ്പെടുത്തപ്പെട്ടിട്ടില്ല. അവർ സൃഷ്ടിച്ച വിചാര മാതൃകകൾ തന്നെയാണ് നാം നമ്മളെ മനസ്സിലാക്കാനും ലോകത്തെ മനസ്സിലാക്കാനും ഒക്കെ ഇപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആ തിരിച്ചറിവിനെയാണ് നമ്മൾ പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറയുന്നത്. പോസ്റ്റ് കൊളോണിയൽ വാദം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊളോണിയലിസം നമ്മുടെ ചിന്തയിലും ബോധത്തിലും ആവിഷ്കാരങ്ങളിലും ഒക്കെ ഏൽപ്പിച്ച ക്ഷതങ്ങളെ, അല്ലെങ്കിൽ അത് പതിപ്പിച്ച മുദ്രകളെ തിരിച്ചറിഞ്ഞ് അതിനെ അപനിർമ്മിക്കാനും അതിനോട് കലഹിക്കാനും അതിന് പകരം നമ്മുടേതായിട്ടുള്ള ചില ചിന്താരൂപങ്ങളെ വളർത്തിയെടുക്കാനും നാം നടത്തുന്ന പ്രതിരോധ സ്വഭാവമുള്ള സമരോത്സുകമായ ചിന്താപദ്ധതിയെയാണ് നമ്മൾ പൊതുവെ പോസ്റ്റ് കൊളോണിയൽ വാദം എന്ന് പറയുന്നത്. അതുകൊണ്ട് സാംസ്കാരികവും സാമ്പത്തികവും രാഷ്ട്രീയവും മാനസികവും ഒക്കെ ആയിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് കൊളോണിയലിസം ഒരു ജനത എന്ന നിലയ്ക്ക് നമുക്ക് മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. അത് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയാലും ഈ മാനസികമായും സാംസ്കാരികമായും അവരുണ്ടാക്കിയ പ്രത്യാഘാതങ്ങളിൽ നിന്ന് നാം ബോധപൂർവമായ ശ്രമം നടത്തിയില്ലെങ്കിൽ പുറത്തു കടക്കാൻ കഴിയില്ല. അപ്പോൾ കൊളോണിയലിസം പോയാലും അതിൻ്റെ ഭൂതം നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കും എന്നതാണ് പോസ്റ്റ് കൊളോണിയൽ ചിന്തകർ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാഠം. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പലരും ഈ കാര്യത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ മാനസികമായ അടിമത്തം എന്ന് തായാട്ട് ശങ്കരൻ മാഷുടെ ഒരു വളരെ പ്രസിദ്ധമായ ഒരു പ്രബന്ധം ഉണ്ട്. അത് എങ്ങനെയാണ് മാനസികമായ അടിമത്തം, നമ്മൾ രാഷ്ട്രീയമായോ ഭൗതികമായോ ഉള്ള അടിമത്തം അവസാനിച്ചാലും മാനസികമായ അടിമത്തം നമ്മൾ അപ്പോഴും തുടർന്നുകൊണ്ടിരിക്കും എന്ന് പറയുന്നതാണ് ഈ പോസ്റ്റ് കൊളോണിയൽ വാദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. ഈ കൊളോണിയലിസത്തിൽ നിന്ന് പുറത്തു കടന്ന, അല്ലെങ്കിൽ പുതുതായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച നാടുകൾ, അവർക്ക് പല തരത്തിലുള്ള സമരങ്ങൾ തുടരേണ്ടതുണ്ടായിരുന്നു. ഒന്ന്, ഒരു രാഷ്ട്രം എന്ന നിലയ്ക്കുള്ള നമ്മുടെ സ്വത്വത്തെ നമുക്ക് നിർവചിച്ചെടുക്കേണ്ടതുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലും കൂടിയാണ് ഞാൻ പറയുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ അവരെന്താ ചെയ്തത്? 1947 ആഗസ്റ്റ് 14 ഇന്ത്യ മാത്രമല്ല സൃഷ്ടിക്കപ്പെട്ടത്, പാകിസ്ഥാനും സൃഷ്ടിക്കപ്പെട്ടു. അതിൻ്റെ പുറകിലുള്ള യുക്തി എന്താണ്? അതിൻ്റെ പുറകിലുള്ള യുക്തി ഇന്ത്യയിലെ ഹിന്ദു മുസൽമാന്മാർക്ക് ഒരു രാഷ്ട്രമായി തുടരാനാവില്ല എന്ന് നമ്മളെക്കൊണ്ട് നമുക്കൊരു ബോധ്യമുണ്ടാക്കുന്നതിൽ ബ്രിട്ടീഷുകാർ, അല്ലെങ്കിൽ ഈ പറയുന്ന സാമ്രാജ്യത്വ ശക്തികൾ വലിയ തോതിൽ വിജയിച്ചു. അതിൻ്റെ ആരംഭം നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ ഈ തരത്തിലുള്ള ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന ഒരു സങ്കല്പം
ആ അർത്ഥത്തിൽ കൊളോണിയലിസത്തിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. കാരണം പല സംസ്കാരങ്ങൾക്കിടയിൽ മതങ്ങളും ജാതികളും ഭാഷകളും എല്ലാം സഹജീവിക്കുന്ന ഒരു ജീവിത മാതൃകയാണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. മതപരമായ സ്പർദ്ധകൾ വാസ്തവത്തിൽ ഇന്ത്യൻ സാമൂഹ്യ രാഷ്ട്രീയ പൗര ജീവിതത്തിനകത്ത് ബ്രിട്ടീഷുകാർ വരുന്നതിന്, ഈ കൊളോണിയൽ ശക്തികൾ വരുന്നതിന് മുമ്പ് പ്രബലമായിരുന്നില്ല, നമുക്കറിയാം. പക്ഷേ അവർ ഇന്ത്യയിലെത്തിയപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അവരിവിടുത്തെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുകയും കച്ചവട സാധനങ്ങൾ വിറ്റഴിക്കുകയും മാത്രമല്ല ചെയ്തത്. അവർ ആദ്യം പറഞ്ഞൊരു കാര്യം, ഈ ഇന്ത്യൻ ജനത അപരിഷ്കൃതരാണ്, അവർക്ക് ആധുനികമായ അറിവില്ല, സയൻസില്ല, അവർക്ക് സാങ്കേതിക വിദ്യകളുടെ പരിചയമില്ല, നൈപുണ്യമില്ല, അതുപോലെ അവരുടെ ഈ തത്വചിന്ത എന്ന് പറയുന്നത് പ്രാചീനമാണ്, അവർക്ക് ചരിത്രബോധമില്ല. അങ്ങനെ ഈ കോളനിവൽക്കരിക്കപ്പെട്ട ജനത എന്ന് പറയുന്നത് ഒരു വലിയ ശൂന്യതയാണ്, അവർക്കൊന്നുമില്ല, അവർക്ക് ചരിത്രബോധമില്ല, ശാസ്ത്രമില്ല, ഒന്നുമില്ല. ഇതെല്ലാം നമ്മളാണ് ഇനി ഉണ്ടാക്കി കൊണ്ടുവരേണ്ടത് എന്നൊരു ബോധ്യം അവർ ഈ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചു. അങ്ങനെയാണ് നമുക്കറിയാവുന്ന ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ശാസ്ത്രവിദ്യാഭ്യാസം, സർവകലാശാലകൾ, അത്തരം സ്ഥാപനങ്ങൾ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്നു. ഈ രൂപപ്പെട്ടു വന്ന സ്ഥാപനങ്ങളിലൂടെ പഠിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്ത ഇന്ത്യയിലെ ആദ്യകാല ബുദ്ധിജീവികൾ എന്ന് വിളിക്കുന്ന അവരാണ് പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനൊക്കെ നേതൃത്വം നൽകുന്നത്. അവരിലൂടെ തങ്ങളുടെ ആശയം, അതാണല്ലോ മെക്കാളെ പറഞ്ഞത്, തൊലി കൊണ്ട് അവരൊക്കെ ഇന്ത്യക്കാരാണെങ്കിലും ബുദ്ധി കൊണ്ട് അവരെല്ലാം ബ്രിട്ടീഷുകാരെ പോലെ ചിന്തിക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജനതയെ വാർത്തെടുക്കാൻ കഴിയുന്നൊരു വിദ്യാഭ്യാസം ഉണ്ടാക്കുകയും ഈ പറഞ്ഞ നമുക്കൊന്നുമില്ല എന്ന് നമ്മളെക്കൊണ്ട് തന്നെ ബോധിപ്പിക്കുകയും ചെയ്യാൻ അവർക്ക് ഈ കൊളോണിയൽ വിദ്യാഭ്യാസത്തിലൂടെ സാധിച്ചു. അപ്പോൾ കൊളോണിയൽ വിദ്യാഭ്യാസം രണ്ട് കാര്യം ചെയ്തു. ഒന്ന്, അവർക്ക് ആവശ്യമുള്ള മാൻ പവർ, മാനവ വിഭവശേഷി ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ അവരുടെ ആശയങ്ങളെ തലയിലേറ്റുന്ന ഒരു തദ്ദേശീയ ബുദ്ധിജീവി വിഭാഗത്തെ ഉണ്ടാക്കാനും അവർക്ക് കഴിഞ്ഞു. അങ്ങനെ ചരിത്രം എന്ന് പറയുന്നത്, നമുക്ക് ചരിത്രബോധമില്ല, ചരിത്രം ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ചരിത്രം ആദ്യം എഴുതുന്നത് ബ്രിട്ടീഷുകാരാണ് എന്നവർ അവകാശപ്പെടുകയും അങ്ങനെ ജെയിംസ് മില്ലിൻ്റെ വളരെ പ്രസിദ്ധമായ, ഒരു പക്ഷേ വളരെ കുപ്രസിദ്ധമായ ആ ചരിത്ര രചനാ സമ്പ്രദായം നമുക്കറിയാം. ഇന്ത്യയുടെ ചരിത്രത്തെ അവർ മൂന്നായി തിരിക്കുകയും ഹിന്ദു, മുസ്ലിം, ബ്രിട്ടീഷ് കാലഘട്ടങ്ങളായിട്ട് അതിനെ തിരിക്കുകയും ഹിന്ദു കാലഘട്ടത്തെ സുവർണയുഗമെന്നും മുസ്ലിം കാലഘട്ടത്തെ ഇരുണ്ട യുഗമെന്നും ബ്രിട്ടീഷ് കാലഘട്ടത്തെ നവോത്ഥാന യുഗമെന്നും ഒക്കെ അവർ വിളിച്ചു. അങ്ങനെയാണ് നമ്മൾക്കൊരു ചരിത്രം ഉണ്ടാക്കിയത്. ആ ചരിത്രം അവർ നമ്മളെ തന്നെ പഠിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് കടന്നു വന്ന ശക്തികളാണെന്നും അവർ ഇന്ത്യയുടെ സംസ്കാരത്തെ, ഇവിടുത്തെ ഹൈന്ദവ സംസ്കാരത്തെ തകർത്തവരാണെന്നുമുള്ള സങ്കല്പം രൂപപ്പെടുത്തുന്നതിൽ കൊളോണിയൽ വിദ്യാഭ്യാസം വലിയ തോതിൽ വിജയിച്ചു. ഇത് നമുക്ക് വലിയൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടാക്കി. ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് നമ്മൾ അതുവരെയും നമ്മളാര് എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ പ്രദേശങ്ങളിലോ നമ്മുടെ സംസ്കാരങ്ങളിലോ ഒക്കെ ഒതുങ്ങി നിന്നിരുന്ന നമ്മൾ സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹിന്ദുക്കളെന്നും മുസ്ലിങ്ങളെന്നുമുള്ള ഒരു സങ്കല്പത്തിലേക്ക് ഒരുപക്ഷെ നമ്മൾ മാറി. അങ്ങനെ നമ്മുടെ ഐഡൻറ്റിറ്റി തന്നെ, ഒരു ജനത എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഐഡൻറ്റിറ്റിയെ തന്നെ അവർ റീഡിഫൈൻ ചെയ്തു, ഒരു പുനർനിർവചിച്ചു എന്ന് പറയാം. ഈ ഹിന്ദു എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിലും കൊളോണിയലിസം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. കൊളോണിയൽ കാലഘട്ടത്തിൽ നടന്ന ഈ കാനേഷുമാരിയും അതുപോലെ തന്നെ പലതരത്തിലുള്ള വർഗീകരണ യുക്തികളുമൊക്കെ ഈ ജനതയെ പലതായി നിർവചിക്കുകയും അതൊക്കെ ആണ് നമ്മൾ എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ നമ്മൾ ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഈ കൊളോണിയൽ മാതൃകകളിലൂടെയാണ്. ഇതാണ് വലിയ തോതിലുള്ള ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ്, ഒരു 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 സ്വത്വപരമായ പ്രതിസന്ധി ഈ കോളനി രാജ്യങ്ങളിൽ സൃഷ്ടിച്ചത്. ഇത് ഇവിടെ മാത്രമല്ല, ആഫ്രിക്കയിലൊക്കെ ഇത് സംഭവിച്ചിട്ടുണ്ട്. അവിടെയൊക്കെയുള്ള ചിന്തകർ ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവുന്ന അർത്ഥത്തിൽ ഞാനിതിവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഈ സയൻസ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രബലമായ ചിന്താരൂപമെന്നും നമ്മൾ പറയുന്ന ഈ മതം, വിശ്വാസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ
പിന്നെ പ്രാചീനമാണെന്നും അതുകൊണ്ട് തന്നെ ഈ എന്താണ് പലതരത്തിലുള്ള മതാചാരങ്ങളെയും മതവിശ്വാസങ്ങളെയും ദൈവശാസ്ത്രത്തെയൊക്കെ അവർ എന്താണ് അതിനെയൊക്കെ അവർ മാർജിനലൈസ് ചെയ്യുക, അതിനൊക്കെ പലതരത്തിലത് അരികിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ഈ ആധുനിക ശാസ്ത്രം, യുക്തി ഇതിനെയൊക്കെ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന ഒരുതരം ചിന്താരൂപം സൃഷ്ടിച്ചു. അതൊക്കെ ആണ് നമുക്കറിയാം 1921 മലബാറിൽ നടന്ന വലിയ തോതിലുള്ള കർഷക സമരം, സാമ്രാജ്യത്വ വിരുദ്ധ സമരം. ആ സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന മതചിന്തകളായിരുന്നു. ആ തിയോളജിയാണ്, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, മതശാസ്ത്രം ആയിരുന്നു എന്ന് പറയാം. പക്ഷേ അതിനെ പലപ്പോഴും വളരെ അന്ധവിശ്വാസജടിലമായ ഒന്നായി കാണുകയും യുക്തിക്ക് നിരക്കാത്തതായിട്ട് കാണുകയും അതുകൊണ്ട് തന്നെ അത് പ്രാചീനമായിട്ടുള്ള കലാപങ്ങളാണ് എന്ന് ധരിക്കുകയും അങ്ങനെ അത്തരം പോരാട്ടങ്ങളെപ്പോലും ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്തുകയൊക്കെ ചെയ്ത സവിശേഷമായൊരു ചരിത്രബോധം ഈ ബ്രിട്ടീഷുകാർ നമ്മുടെ ഉള്ളിൽ ഉൽപ്പാദിപ്പിച്ചു. അങ്ങനെ നമ്മുടെ തന്നെ പൂർവികർ നടത്തിയ ഐതിഹാസികമായ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തെ നമുക്ക് തന്നെ എന്താണ് ലജ്ജയുണ്ടാക്കുന്നൊരു ചരിത്രാനുഭവമാണെന്ന് തോന്നിപ്പിക്കാൻ ഈ കൊളോണിയൽ ചരിത്രബോധത്തിന് സാധിച്ചു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൊളോണിയലിസത്തിൻ്റെ ഒരു മാതൃക എന്ന് പറയുന്നത് അവർ വളരെ ഉയർന്നവരും ഉയർന്നു ചിന്തിക്കാൻ ശേഷിയുള്ളവരും ആധുനികരും. നമ്മളാണെങ്കിൽ ഈ യൂറോപ്യന്മാരുടെ സവിശേഷമായ സന്നാഹങ്ങളൊന്നും ഇല്ലാത്ത ആളുകളായതുകൊണ്ട് നമ്മൾ അധമരും. അങ്ങനെ ഒരു അദറിങ് എന്ന് പറയും, ഒരു അപരവൽക്കരണം, കോളനി രാജ്യങ്ങളിലെ മനുഷ്യരെ അപരവൽക്കരിക്കുന്നതിൽ ഈ പറയുന്ന കൊളോണിയലിസം വലിയ തോതിൽ വിജയിച്ചു. ഈ മാതൃക ഇപ്പോഴും നമ്മൾ തുടരേണ്ടത്, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും നമ്മൾ ആദിവാസികളെ നമ്മൾ നോക്കുന്നത് പണ്ട് കൊളോണിയൽ മാസ്റ്റേഴ്സ്, കൊളോണിയൽ യജമാനന്മാർ നമ്മളെ നോക്കിയിരുന്നത് പോലെയാണ്. അവർ പരിഷ്കൃതരും നമ്മൾ അപരിഷ്കൃതരും. അങ്ങനെയാണ് അവർ നമ്മൾ ആദിവാസികളെക്കുറിച്ചൊക്കെ പഠിച്ചത്. നമ്മൾ ആദിവാസികളെക്കുറിച്ചൊക്കെ അവർ പഠിക്കുന്നത്, ഗോത്രവിഭാഗങ്ങളെക്കുറിച്ച് അവർ പഠിക്കുന്നത് അവരെ അപരങ്ങളാക്കിയിട്ടാണ്. ഈ ഗോത്രവിഭാഗം എന്ന് പറഞ്ഞാൽ വളരെ പ്രാചീന മനുഷ്യരാണ്. അങ്ങനെ അവരുടെ തൊലി, അവരുടെ കവിളലിൻ്റെ സ്വഭാവം, അല്ലെങ്കിൽ ഈ തലയോടിൻ്റെ സ്വഭാവം, ഇതൊക്കെ നോക്കി അവർ ആഫ്രിക്കയിൽ നിന്ന് വന്നതാണോ? അങ്ങനെ ഈ മനുഷ്യോൽപത്തിയുടെ ആദ്യഘട്ടത്തിലെവിടെയോ നിൽക്കുന്നവരാണ് ഈ ആദിവാസികൾ എന്നും, നഗരങ്ങളിലേക്ക് വരുമ്പോഴാണ് മനുഷ്യർ പുരോഗമിക്കുന്നത്, ആധുനികരാകുന്നത് എന്നൊക്കെയുള്ള ഈ തരം പലതരം വിഭജനങ്ങൾ നമ്മുടെ ഇവിടെ തന്നെ ആര്യന്മാർ, ദ്രാവിഡർ, ഇങ്ങനെയൊക്കെയുള്ള പലതരം സങ്കല്പനങ്ങളും വിഭജനങ്ങളും നമുക്കിടയിൽ സൃഷ്ടിക്കുകയും ഇങ്ങനെ ഈ അപരവൽക്കരണത്തിലൂടെ കുറേ ആളുകളൊക്കെ ഈ സാമൂഹ്യ വികാസത്തിൻ്റെ ശ്രേണിയിൽ താഴെ നിൽക്കുന്നവരാണെന്ന് ധരിക്കുകയൊക്കെ ചെയ്തു. ഈ ധാരണകൾ പലതും ഇപ്പോഴും നമ്മൾ ഭരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്ന ചരിത്രബോധം ഇപ്പോഴും നമ്മുടെ നാട് ഭരിക്കുന്നവരെ ഇപ്പോഴും നയിക്കുന്നുണ്ട്. അതുപോലെ ആദിവാസികളെക്കുറിച്ച് പറയുമ്പോൾ അവർ അപരിഷ്കൃതരാണ് എന്ന ധാരണ അറിവുള്ള ആളുകൾ പോലും ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ അദറിങ്ങിൻ്റെ ഈ ടെക്നോളജി അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് വാസ്തവത്തിൽ നമ്മൾ സ്വീകരിക്കുന്നത്, ആ മാതൃക നമുക്ക് ലഭിക്കുന്നത് കൊളോണിയലിസത്തിലൂടെയാണ് എന്ന് പറയാം. അതേസമയം ഈ കൊളോണിയലിസം ഇവിടെ ആവിഷ്കരിച്ച മാതൃകകൾ അത് പലപ്പോഴും നമുക്ക് ഇവിടുത്തെ തന്നെ ബുദ്ധിജീവികൾക്ക്, തദ്ദേശീയരായ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കൊളോണിയലിസം എന്ന് പറയുന്നത് അവരുടെ മുന്നിലൊരു കണ്ണാടിയായിട്ട് വന്ന് നിൽക്കുകയാണ്. അവർക്ക് അവരെ തന്നെ കാണാനുള്ളൊരു വഴിയായിരുന്നു അത്. പക്ഷേ അതേസമയം അവർക്ക് അവരുടെ ചില പാരമ്പര്യങ്ങളും സ്വത്വബോധങ്ങളും ഒക്കെ അവരുടെ ഉള്ളിലുണ്ട് താൻ. അപ്പം ഈ കൊളോണിയലിസം അവതരിപ്പിക്കുന്നതാണ് ഉദാത്തമായ മാതൃക എന്നവർക്ക് ബോധ്യപ്പെടുമ്പോഴും അവരുടെ കയ്യിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ അവർ തന്നെ വളർന്നു വന്ന ഈ സാംസ്കാരികമായിട്ടുള്ള രൂപങ്ങളെ, അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള പരിതോവസ്ഥകളെ പരിപൂർണമായും കൈയൊഴിയാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരർത്ഥത്തിൽ ഈ പാരമ്പര്യത്തിൻ്റെയും അതേസമയം കൊളോണിയൽ ആധുനികതയുടെയും ഒരു കലർപ്പായി, ഒരു മിശ്രണമായി ഈ ബുദ്ധിജീവികൾ മാറുന്നത് നമുക്ക് കാണാം. ഇതിനെയാണ് ഹോമി ഭാവയെ പോലുള്ള ആളുകൾ ഹൈബ്രിഡ് എന്നും മറ്റും വിളിക്കുന്നത്. അവരൊരു തരം സങ്കര കർത്തൃത്വങ്ങളായി മാറി, ഹൈബ്രിഡ് സബ്ജക്റ്റ് ആയി മാറി എന്ന് പറയാം.
അതായത് പിന്നെ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ ഉദാഹരണം പറയും, ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമാണത്. ഇന്ദുലേഖയിലെ മാധവൻ അതുപോലത്തെ ഒരു കഥാപാത്രമാണ്. മാധവൻ പുറത്ത് തൊപ്പി ധരിക്കുകയും അകത്ത് കുടുമ വയ്ക്കുകയും ചെയ്യുന്ന ആളാണ്. അത് ശരിക്കും ഒരു കൊളോണിയൽ സബ്ജക്റ്റിൻ്റെ പിന്നെ ഹൈബ്രിഡ് സ്വഭാവത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് അയാളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആംബിവാലൻസും കൂടിയാണ്. ഒരുതരം സന്നിഗ്ധത അയാളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നുണ്ട്. ഏതാണ് ഇതിൽ താൻ എന്നൊരു ചോദ്യമുണ്ട്. ഈ തൊപ്പിയാണോ ഞാൻ, അതോ ഈ കുടുമയാണോ ഞാൻ? അങ്ങനെ ഈ പിളർന്ന സ്വത്വബോധം എന്ന് പറയുന്നത് കൊളോണിയലിസം അവരുടെ വിചാരമാതൃകകൾ നമുക്ക് മേൽ അടിച്ചേൽപ്പിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സംസ്കാരവും ഇവർ അടിച്ചേൽപ്പിച്ച സംസ്കാരവും തമ്മിലുള്ള സംഘർഷത്തിലൂടെ രൂപപ്പെട്ടു വന്ന കർത്തൃത്വങ്ങൾ സ്വാഭാവികമായും പിളർന്ന സ്വത്വബോധത്തോടു കൂടിയവരായിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതാണ് ഈ ഒരു സങ്കരത്വം, ഈ ഒരു ഹൈബ്രിഡ് നേച്ചർ കൊളോണിയൽ ബുദ്ധിജീവികളുടെ കാര്യത്തിൽ നമുക്ക് നോക്കിയാൽ കാണാം. അതുപോലെ പലപ്പോഴും ഈ കൊളോണിയലിസത്തെ അനുകരിക്കാനാണ് നമ്മുടെ തദ്ദേശീയരായിട്ടുള്ള ഇൻ്റലക്ച്വൽസ്, ബുദ്ധിജീവികൾ ആ കാലത്ത് ശ്രമിച്ചത് എന്ന് നമുക്കറിയാം. ഞാനത് വിശദീകരിക്കണ്ട. മാധവൻ തന്നെയാണ് അതിൻ്റെ, ഇന്ദുലേഖയിലെ മാധവൻ തന്നെയാണ് ഇതിൻ്റെ ഉദാഹരണം. എല്ലാം ഇംഗ്ലീഷ് മാതിരിയിലുള്ളവ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചന്തുമേനോൻ പറയും. അതായത് ഉടുപ്പും നടപ്പും പിന്നെ സംസാരവും വായനയും ചിന്തയും ഒക്കെ ഇംഗ്ലീഷുകാരെ അനുകരിക്കുകയാണ്. അപ്പോൾ ഇംഗ്ലീഷാണ് ഉദാത്ത മാതൃക, അതിനെ മിമിക്രി എന്നാണ് പറയാം. അപ്പോൾ ഈ ഒന്നിനെ ഉദാത്ത മാതൃകയായി കൽപ്പിക്കുകയും നമ്മളതിനെ അനുകരിക്കുകയും ചെയ്യുക. ആ അനുകരണത്തിലൂടെ പക്ഷേ നമ്മൾ തന്നെ നമ്മുടെ ആരാണ്, ഞാൻ ആരാണ് എന്നുള്ള ചോദ്യത്തിൽ ഞാൻ വിട്ടുപോരുന്ന ഈ പാരമ്പര്യമാണോ അതോ പുതുതായി സ്വീകരിക്കുന്ന ഈ ആധുനികതയാണോ, ഇതിലാരാണ് ഞാൻ എന്ന ഈ ആംബിവാലൻസ്, അതൊരു കൊളോണിയൽ ജനതയുടെ, പ്രത്യേകിച്ച് അതിനകത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ കിട്ടി വരുന്ന ആളുകളുടെ ഒരു പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധി ഒരുപക്ഷെ യൂറോപ്പിലെ ഈ കൊളോണിയൽ മാസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്ന ആളുകൾക്കില്ല. അപ്പോൾ യൂറോപ്പിലെ ഈ കൊളോണിയലിസം ഇല്ലാത്ത രാജ്യങ്ങളിലൊന്നും ഈ ഒരു ആംബിവാലൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഹൈബ്രിഡ് സ്വഭാവമുള്ള കർത്താക്കളില്ല എന്ന് നമുക്ക് പറയാം. അപ്പം ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ അപരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ, ഞാൻ നേരത്തെ ഇപ്പോൾ നമ്മൾ അപരിഷ്കൃതരാണ്, നമുക്ക് സംസ്കാരമില്ല, സാഹിത്യമില്ല, അല്ലേ? വളരെ പ്രസിദ്ധമായ ഒരു വാചകമാണല്ലോ മെക്കാളെ പറഞ്ഞത്. ഇന്ത്യയിലുള്ള ഇതുവരെയുള്ള എല്ലാ വിജ്ഞാനം കൂടി ചേർത്ത് വെച്ചാൽ യൂറോപ്പിലെ ഒരു ലൈബ്രറിയിലെ ഒരു ഷെൽഫിലേക്ക് പോലും തികയില്ല എന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു വാചകം മെക്കാളെ പറയുന്നുണ്ടല്ലോ. അത്രയ്ക്കൊക്കെ ഉള്ളൂ ഇന്ത്യക്കാർക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇന്ത്യയിൽ സാഹിത്യമോ അതൊന്നും കാര്യമായിട്ടില്ല എന്നവർ പറയും. അപ്പോൾ നമ്മളിവിടെ ഉണ്ടായിരുന്ന ധാരാളം തദ്ദേശീയമായിട്ടുള്ള അറിവ് രൂപങ്ങളുണ്ട്. ഇവിടെ മെറ്റലർജി ഉണ്ടായിരുന്നു. ഇപ്പോൾ ബേപ്പൂര് ഉരുനിർമ്മാണത്തിൻ്റെ വിദ്യ ഉണ്ടായിരുന്നു. അതുപോലെ ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത് വേറൊരു തരം മെറ്റലർജിയാണ്. അതുപോലെ ഇവിടെ വലിയ ആർക്കിടെക്ചറുകൾ ഉണ്ടായിരുന്നു, പല വ്യത്യസ്തമായ ആർക്കിടെക്ചറുകൾ ഉണ്ടായിരുന്നു, ഫിലോസഫി ഉണ്ടായിരുന്നു, ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ അതുപോലെ സാഹിത്യവും നമുക്ക് പലതരത്തിലുണ്ടായിരുന്നു. ഓറൽ ട്രഡീഷനകത്ത് വലിയ, അതുപോലെ ജ്യോതിശാസ്ത്രത്തിലും ഗണിതത്തിലും നമുക്ക് വലിയ അറിവ് രൂപങ്ങളുണ്ടായിരുന്നു. ആയുർവേദത്തിൽ ഒക്കെ നമുക്ക്, അല്ലെ യുനാനി പോലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളിൽ ഇന്ത്യയിൽ വലിയ പാരമ്പര്യങ്ങളുണ്ടായിരുന്നു. അത്തരം പാരമ്പര്യങ്ങളെയെല്ലാം കാരണം അറബികളായിട്ടൊക്കെയുള്ള വ്യാപാര ബന്ധത്തിലൂടെ, സാംസ്കാരിക ബന്ധത്തിലൂടെ ഈ യുനാനി പോലുള്ള ചികിത്സകളൊക്കെ വളരെ കാലം മുമ്പ് തന്നെ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്തിരുന്നു നമുക്കറിയാം. അപ്പോൾ ഇത്തരം തദ്ദേശീയമായ വൈദ്യശാസ്ത്ര രൂപങ്ങൾ, ജ്യോതിശാസ്ത്ര രൂപങ്ങൾ, ഗണിതം, സാഹിത്യം, തത്വചിന്ത, ഇങ്ങനെ ഇവിടെ തന്നെ അറിവുണ്ടായിരുന്നു. പക്ഷേ ആ അറിവ് രൂപങ്ങളൊക്കെ അപ്രസക്തമാണ്. അങ്ങനെ ആയുർവേദം എന്ന് പറയുന്നത് ഒരു കപടവൈദ്യമാണ് എന്ന് സ്ഥാപിക്കുകയും ഈ യൂറോപ്പിലെ ഈ കൊളോണിയൽ ആധുനികതയിലൂടെ കടന്നു വന്ന നമ്മളിന്ന് പറയുന്ന ഈ ഇംഗ്ലീഷ് വൈദ്യം എന്ന് പൊതുവെ പറയുന്ന അതാണ് ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ളത് എന്ന് നമ്മളെ ബോധിപ്പിക്കുകയും അങ്ങനെ അവിടെ പാരമ്പര്യമായ അറിവ് രൂപങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്തു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ നമുക്ക് നമ്മുടെ സംസ്കാരത്തെ തന്നെ മറക്കാൻ ഇടവരുന്ന ഒരു സാഹചര്യത്തെയാണ് GN ഡേവി എന്ന വളരെ പ്രസിദ്ധനായ ഇന്ത്യൻ ഭാഷാ പണ്ഡിതനും എഴുത്തുകാരനുമൊക്കെ ആയിട്ടുള്ള GN ഡേവി, ഗണേശൻ ഡേവി, അദ്ദേഹം പറയുന്നുണ്ട് ഇതൊരു കൾച്ചറൽ അംനേഷ്യയാണ് എന്ന്. സാംസ്കാരികമായിട്ടുള്ളൊരു മറവി രോഗത്തിലേക്ക് ഈ കൊളോണിയൽ ജനത എത്തിപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട്
നമ്മുടെ സാഹിത്യം, ഭാഷ, ചരിത്രബോധം, നരവംശാസ്ത്രം പോലുള്ള വിജ്ഞാന രൂപങ്ങൾ, സാമൂഹ്യശാസ്ത്രം പോലുള്ള വിജ്ഞാന രൂപങ്ങൾ, ഇവയെല്ലാം ഇതൊക്കെ സർവകലാശാലകളിലൂടെയാണല്ലോ പഠിപ്പിക്കുന്നത്. ആ സർവകലാശാലകളുടെ രൂപമുണ്ടാക്കിയത് കൊളോണിയൽ കാലഘട്ടത്തിലാണ്. അവരുടെ ഭാവനയിലാണ് അതുണ്ടായി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കൊളോണിയൽ ഭാവനയിൽ രൂപപ്പെട്ടു വന്ന സ്ഥാപനങ്ങളിലൂടെ പ്രസരിപ്പിക്കപ്പെട്ട വിജ്ഞാനം എന്ന് പറയുന്നത് എപ്പോഴും ആ കൊളോണിയൽ ആലോചനകളുടെ വഴിയിലാണ്. അതുപോലെ നമ്മുടെ ബ്യൂറോക്രസി എന്ന് പറയുന്നത് ഇപ്പോഴും ഈ പറയുന്ന കൊളോണിയൽ രൂപത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഭരണത്തിൻ്റെ ഭാഷ മലയാളം ഇംഗ്ലീഷ് ആവുക, കോടതി ഭാഷ ഇംഗ്ലീഷായിരിക്കുക. അങ്ങനെ ഇംഗ്ലീഷിൻ്റെ ഒരു ആധിപത്യം, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഭാഷ ഇംഗ്ലീഷാവുക. അങ്ങനെ നമ്മുടെ പ്രാദേശികമായ ഭാഷാരൂപങ്ങളൊന്നും അറിവിൻ്റെ ഭാഷകളല്ല എന്ന് നമ്മൾ കണക്കാക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഈ യൂറോപ്യന്മാർ ഇന്ത്യക്ക് ഉണ്ട് എന്ന് സമ്മതിച്ച ഒരേ ഒരു കാര്യം സംസ്കൃതവും അതിനകത്തുള്ള ഈ വേദോപനിഷത്തുകളുടെ പാരമ്പര്യത്തെയും മാത്രമാണ്. അത് നമ്മൾ പറയുന്ന പൗരസ്ത്യവാദികൾ, ഓറിയൻ്റലിസ്റ്റുകൾ വളരെ കാലം അതിലൊക്കെ ഗവേഷണം നടത്തുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇന്ത്യയുടെ ആത്യന്തികമായി ഇന്ത്യക്കാർക്കുണ്ട് എന്ന് പറയുന്ന ഒരേ ഒരു കാര്യം സംസ്കൃതവും ഈ വേദോപനിഷത്തുകളൊക്കെയാണ്. അതാണ് ഇന്ത്യയുടെ സംഭാവന ലോകത്തിനെന്ന് വിചാരിക്കുകയും ഇന്ത്യ ഒരു ആത്മീയതയുടെ നാടാണ് എന്ന് നമ്മളെ ബോധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ ഈ ഓറിയൻ്റലിസ്റ്റുകളും വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അത്തരം ധാരണകളൊക്കെ ഇപ്പോഴും കൊണ്ട് നടക്കുന്ന ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതും പ്രധാനമാണ്. അപ്പോൾ ഈ ഓറിയൻ്റലിസം, പൗരസ്ത്യവാദവും കൊളോണിയലിസവും കൂടി ഉൽപ്പാദിപ്പിച്ച ഒരു തരം ആത്മബോധമാണ് ഇന്ത്യക്കാരെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് പ്രധാനം. ആ ഭാഗം തൽക്കാലം അവിടെ അവസാനിപ്പിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്നും നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ജീവിതക്രമങ്ങളിൽ, സാമൂഹ്യക്രമങ്ങളിൽ, രാഷ്ട്രീയ ക്രമങ്ങളിൽ ജ്ഞാനസിദ്ധാന്തപരമായ ഈ കൊളോണിയൽ സ്വാധീനം വളരെ പ്രബലമാണ് എന്ന് ഒറ്റ വാചകത്തിൽ ഈ കൊളോണിയലിസത്തിൻ്റെ എഫക്റ്റ്, അതിൻ്റെ പ്രഭാവത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ആ ഭാഗം അങ്ങനെ അവസാനിപ്പിക്കാം. ഇനി ഇതിനോടൊപ്പം നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഇതിനെതിരെ രൂപപ്പെട്ടു വന്ന ചിന്തകളെക്കുറിച്ചാണ്. ഇതിനെതിരെ രൂപപ്പെട്ടു വന്ന ചിന്തകളിൽ ഏറ്റവും ആ ചിന്താപദ്ധതികളെ ആണ് പൊതുവിൽ നമ്മൾ പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറയുന്നത്. അപ്പോൾ പോസ്റ്റ് കൊളോണിയലിസം എന്നുള്ളത് ഒരു വാക്കാണെങ്കിലും അതിലെല്ലാ ചിന്താപദ്ധതികളും ഒരേ കാര്യമല്ല പറയണത്. കാരണം ഓരോ കോളനി രാജ്യങ്ങളിൽ നിന്നുണ്ടായി വന്ന ചിന്തകൾക്ക് വ്യത്യസ്തത മാനങ്ങളാണുള്ളത്. ഇന്ത്യയിൽ നിന്നുണ്ടായി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് കൊളോണിയൽ ചിന്തകനായിട്ട് നാം ഇപ്പോൾ തിരിച്ചറിയുന്ന ആൾ ഗാന്ധിയാണ്. ഗാന്ധിയെ ഒരു പോസ്റ്റ് കൊളോണിയൽ തിങ്കർ എന്ന നിലയ്ക്ക് നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് പുനർവായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടു വന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ഇൻ്റലക്ച്വൽ, ഒരു ബുദ്ധിജീവിയാണ് ഗായത്രി ചക്രവർത്തി സ്പിവാക്ക്. അവരും ഈ പോസ്റ്റ് കൊളോണിയൽ ആലോചനകളിലേക്ക് വലിയ സംഭാവന നൽകിയിട്ടുള്ളൊരു എഴുത്തുകാരിയാണ്. അതുപോലെ തന്നെ ആഫ്രിക്കയിൽ നിന്ന് ഉണ്ടായി വരുന്ന ചില ചിന്തകർ, എല്ലാവരുടെ കാര്യം പറയാൻ സമയമില്ല, അതിൽ ഒരാളാണ് ഫ്രാൻസ് ഫാനൻ എന്ന് പറയുന്ന ചിന്തകൻ. മറ്റൊന്ന് എൻഗുഗി വാ തിയോങ് എന്ന് പറയുന്ന എഴുത്തുകാരൻ. ഇങ്ങനെ മറ്റൊരാളാണ് നേരത്തെ ഞാൻ പറഞ്ഞ എഡ്വേർഡ് സെയ്ദ്. അദ്ദേഹം പലസ്തീനിയൻ ചിന്തകനാണ്. അങ്ങനെ ലോകത്തെ പല ഈ കൊളോണിയലിസത്തിൻ്റെ അനുഭവമുള്ള വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്ന്, ജനതകളിൽ നിന്ന് ഈ പോസ്റ്റ് കൊളോണിയൽ ചിന്ത 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടി രൂപപ്പെട്ടു വരുന്നുണ്ട്. ഗാന്ധിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ പ്രകൃതി ചികിത്സയെക്കുറിച്ച് നമ്മൾ പറയും, വ്യാവസായിക ഉൽപ്പാദനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠകളെക്കുറിച്ച് നമ്മൾക്കറിയാം. ഈ കേന്ദ്രീകൃത ഭരണത്തിന് പകരം ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ഒരു ആശയം അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. പ്രാദേശിക ഭാഷകളിലാണ് എല്ലാ വിനിമയങ്ങളും നടക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം തന്നെ എഴുതിയ ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകം ഒരു പോസ്റ്റ് കൊളോണിയൽ ഡോക്യുമെൻ്റാണ് വാസ്തവത്തിൽ. കാരണം ബ്രിട്ടീഷുകാരെ നിങ്ങൾ എതിർക്കേണ്ടത് അവരുടെ രാഷ്ട്രീയ അധികാരത്തെ താൽക്കാലികമായി അവസാനിപ്പിച്ചുകൊണ്ടല്ല, മറിച്ച് അവരുണ്ടാക്കി വെച്ച എല്ലാതരം വിചാരങ്ങളിൽ നിന്നും നമ്മൾ പുറത്തു കിടക്കണം. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രകൃതി ചികിത്സയും ഞാൻ നേരത്തെ പറഞ്ഞ ഇത്തരം കാര്യങ്ങളും, ചർക്ക കൊണ്ട് നൂല് നൂൽക്കുമ്പോൾ അദ്ദേഹം ഈ ഫാക്ടറി പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ വ്യാവസായിക ഉൽപ്പാദനം എന്ന് പറയുന്ന ഒന്നിനെ എതിർക്കാനാണ് ശ്രമിക്കുന്നത്.
അതിൻ്റെ പ്രായോഗികതയെപ്പറ്റി മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ തർക്കം ഉണ്ടാവാം. പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ചിന്തകൻ എന്ന നിലയ്ക്ക് ഗാന്ധി എല്ലായ്പ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും മാതൃകകളും സൃഷ്ടിച്ചിട്ടുള്ളത് ഈ കൊളോണിയലിസത്തിൻ്റെ ആഴത്തിലുള്ള സാംസ്കാരികമായ വേരുകളെ പിഴുതു കളയാനാണ്. അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിലുടനീളം വ്യാപരിച്ചിരിക്കുന്ന ഒന്നാണ് കൊളോണിയലിസത്തിൻ്റെ പ്രഭാവം എന്ന് പറയുന്നത്, എൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചെറിയണമെങ്കിൽ എല്ലാ ജീവിത സന്ദർഭങ്ങളോടും നമ്മൾ സമരം ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളെ പഠിപ്പിച്ച ഒരാളാണ് ഗാന്ധി. അതുകൊണ്ട് ഗാന്ധി അവതരിപ്പിച്ച ഈ ആശയം വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. ഗാന്ധിയെ വാസ്തവത്തിൽ ഒരു പോസ്റ്റ് കൊളോണിയൽ ചിന്തകൻ എന്ന നിലയ്ക്ക് നമ്മൾ പഠിക്കേണ്ടതാണ്. ഈ മെക്കനൈസ്ഡ് ഇൻഡസ്ട്രിയോടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളായാലും ശരി, വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടായാലും ശരി, പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, നോൺ വയലൻസ്, അഹിംസ എന്ന് പറയുന്നത്. കാരണം മുതലാളി സാമ്രാജ്യത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൊളോണിയലിസം എന്ന് പറയുന്നത് ഹിംസയാണ്. ആ കാര്യം ഫ്രാൻസ് ഫാനനും പറയുന്നുണ്ട്. എന്താണ് കൊളോണിയലിസം എന്ന് വെച്ചാൽ അത് ഹിംസയാണ് എന്ന് ഫാനൻ പറയും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ സ്വത്വബോധങ്ങളെ തകർത്തുകൊണ്ടും നമ്മുടെ വിഭവങ്ങളെ നശിപ്പിച്ചുകൊണ്ടും നമ്മുടെ ചരിത്രബോധത്തെ വികലമാക്കിക്കൊണ്ടും എല്ലാം വയലൻസാണ്. പക്ഷേ ആ വയലൻസിനെ എതിർക്കാൻ അതേ വയലൻസ് ഉപയോഗിക്കുകയല്ല വഴിയെന്ന് കരുതിയെന്ന ഒരു ബദൽ മാതൃക അന്വേഷിച്ച ആളാണ് ഗാന്ധി. അദ്ദേഹത്തിൻ്റെ നോൺ വയലൻസ് വാസ്തവത്തിൽ കൊളോണിയൽ വയലൻസിനെതിരെയുള്ളൊരു രൂപമാണ്. അങ്ങനെ കൊളോണിയലിസത്തിന് ബദലായിട്ട് എന്തെല്ലാം തരത്തിലുള്ള മാതൃകകൾ ഉണ്ടാക്കാം എന്നാലോചിച്ച ഒരു മഹാചിന്തകനാണ് വാസ്തവത്തിൽ ഗാന്ധി എന്ന് പറയാം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ നേരത്തെ ഗായത്രി ചക്രവർത്തിയെക്കുറിച്ച് പറഞ്ഞു. ഗായത്രി ചക്രവർത്തിയുടെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ആശയമാണ് ക്യാൻ സബാൾട്ടൺ സ്പീക്ക് എന്ന് പറയുന്നത്. അതായത് ഈ കോളനിവൽക്കരണത്തിലൂടെ അപരവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്ക്, അവരെയാണ് സബാൾട്ടൺ എന്ന് വിളിക്കുന്നത്, അവർക്ക് സ്വയം സംസാരിക്കാൻ കഴിയുമോ എന്നാണ്. പലപ്പോഴും നമുക്കറിയാം, നാം സംസാരിക്കുന്നത് നമ്മുടെ യജമാനന്മാരുടെ ഭാഷയിലാണ്. ഭാഷ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുപയോഗിച്ച ലാംഗ്വേജ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, അവരുടെ ചിന്തയിലൂടെയാണ് നാം നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മുടേതായിട്ടുള്ള ചിന്താരൂപങ്ങളുണ്ടോ എന്ന ചോദ്യമാണ് ഗായത്രി ചോദിക്കുന്നത്. ആണ് ക്യാൻ സബാൾട്ടൺ സ്പീക്ക് എന്ന് ചോദിക്കുന്നത്. അത് വലിയ വിവാദങ്ങളുള്ള ഒരു കാര്യമാണ്. സബാൾട്ടൺ ക്യാൻ സ്പീക്ക് എന്ന് അവർ തന്നെ പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ കാരണം ഇതിൻ്റെയൊക്കെ ചില പ്രതിരോധ രൂപങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഗാന്ധി വാസ്തവത്തിൽ ഇത്തരം പ്രതിരോധ രൂപങ്ങളെ കണ്ടെത്താൻ ശ്രമിച്ച ഒരാളാണ്. ആ പ്രതിരോധ രൂപം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ മണ്ണിൽ അന്വേഷിച്ചാൽ കാണാൻ കഴിയും. കാരണം നമ്മുടെ സാധാരണ മനുഷ്യരൊക്കെ ഇത്തരം അധിനിവേശ രൂപങ്ങൾ അവരുടേതായ രീതിയിൽ പല ഘട്ടങ്ങളിൽ ചെറുത്തിട്ടുണ്ട്. അത്തരം അനുഭവങ്ങളിൽ നിന്നാണ് നമുക്ക് ഇതിനെതിരെ സംസാരിക്കാനുള്ള, കൊളോണിയലിസത്തിനെതിരെ സംസാരിക്കാനുള്ള ഭാഷ വികസിപ്പിക്കേണ്ടത് എന്നുള്ളൊരാശയം വളരെ പ്രധാനമാണ്. അപ്പോൾ ഇത്തരത്തിൽ അതുപോലെ എൻഗുഗി വാ തിയോങ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എങ്ങനെയാണ് ആഫ്രിക്കൻ ലിറ്ററേച്ചറിൻ്റെ ഭാഷ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷായി തീർന്നതെന്ന് അദ്ദേഹം വളരെ ഗൗരവമായിട്ട് ഡീകോളനൈസിങ് ദ മൈൻഡ്, മനസ്സിൻ്റെ അപകോളനീകരണം എന്ന് പറയുന്ന ആ കൃതിയിൽ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ ഫ്രാൻസ് ഫാനൻ എങ്ങനെയാണ് ഈ റേസിസം ആഫ്രിക്കയിൽ ഈ കൊളോണിയലിസത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ തിയോങ്കോ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ആംബിവാലൻസ് എങ്ങനെയാണ് കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള മനുഷ്യർക്ക് അവരുടെ സ്വത്വബോധത്തിനകത്ത് പിളർപ്പുണ്ടാവുന്നതും സന്നിഗ്ധത അനുഭവപ്പെടുന്നതും എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറയുന്നത് വലിയൊരു ചിന്താലോകമാണ്. വ്യത്യസ്ത ജനതയുടെ കൊളോണിയൽ അനുഭവത്തിൽ നിന്ന് അവിടുത്തെ ബൗദ്ധിക മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവർ വികസിപ്പിച്ചെടുത്ത ധാരാളം ആശയങ്ങളുണ്ട്. അത്തരം ആശയങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ പലപ്പോഴും ഈ അപകോളനീകരണത്തിൻ്റെ അല്ലെങ്കിൽ കോളനി അനന്തര വാദത്തിൻ്റെ ആശയാവലികൾ കണ്ടെത്തുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞത് അവസാനിപ്പിക്കാം. നമ്മൾ കൊളോണിയലിസത്തിനെതിരെ അല്ലെങ്കിൽ ഈ പറയുന്ന അപകോളനീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ പ്രാചീനമായ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ജീവിതത്തിൽ ഒരു കാലത്തുണ്ടായിരുന്ന നമ്മുടേത് തദ്ദേശീയം എന്ന് പറയാവുന്ന പല അറിവ് രൂപങ്ങളും ചിന്തകളും ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അതിനെയൊക്കെ തിരിച്ചു പിടിക്കുക എന്ന അർത്ഥത്തിൽ വീണ്ടും ഈ പറയുന്ന പോലെ ചരിത്രത്തിൻ്റെ സന്ദർഭത്തോട് ചേർന്ന് നിൽക്കാത്ത അപ്രസക്തമായ ചില ആശയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും അതൊക്കെ കൊളോണിയലിസത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണ് എന്ന മട്ടിൽ പുനരുദ്ധരിക്കുകയും ചെയ്യുന്നത്
പോസ്റ്റ് കൊളോണിയൽ ആയിട്ടുള്ളൊരു ഏർപ്പാടല്ല. അത് തീർച്ചയായിട്ടും പുനരുദ്ധാരണമാണ്. അതുകൊണ്ട് പോസ്റ്റ് കൊളോണിയലിസത്തിനെതിരെ ഉയർന്നു വന്നൊരു വിമർശനം അതാ. ഈ പോസ്റ്റ് കൊളോണിയലിസത്തിൻ്റെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് പുനരുദ്ധാരണത്തിന് ശ്രമിക്കുന്ന ധാരാളം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലിപ്പോൾ ഈ പശുവിനെ മുൻനിർത്തിക്കൊണ്ടുള്ള സയൻസും മറ്റും രൂപപ്പെട്ടു വരുന്നത് ഈ തരത്തിൽ പോസ്റ്റ് കൊളോണിയൽ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് തോന്നാം. കാരണം കൊളോണിയലിസം വന്നതോടുകൂടി നമുക്ക് നഷ്ടപ്പെട്ട ചില അറിവ് രൂപങ്ങളെ കണ്ടെടുക്കുന്നതിൻ്റെ സൂചനകളായിട്ട് നമുക്കതിനെ കാണാം. പക്ഷേ അതൊക്കെ പുനരുദ്ധാരണമാണ്. അതൊരു പോസ്റ്റ് കൊളോണിയൽ റെസിസ്റ്റൻസിൻ്റെ സ്വഭാവത്തിലുള്ളതല്ല. പോസ്റ്റ് കൊളോണിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പുനരുദ്ധാരണമല്ല, നമ്മുടെ കാലത്തിന് അനുസൃതമായ അറിവ് രൂപങ്ങളെ നമ്മൾ യൂറോപ്പിൻ്റെ വിചാരമാതൃകകളും അല്ലെങ്കിൽ ലോകത്തെ എവിടെയുള്ള പുതിയ വിചാരമാതൃകകളുമായി നമ്മുടെ അറിവ് രൂപങ്ങളെ എൻഗേജ് ചെയ്യുമ്പോൾ അത് തമ്മിൽ എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അല്ലാണ്ട് ഒന്നിനെ തിരസ്കരിച്ച് മറ്റൊന്നിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതല്ല. ഈ ലോകത്തുണ്ടാകുന്ന എല്ലാ പുതിയ അറിവ് രൂപങ്ങളുമായും നമ്മുടെ അറിവ് രൂപങ്ങൾ എൻഗേജ് ചെയ്യിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മുന്നേറുക എന്നുള്ളതാണ് പോസ്റ്റ് കൊളോണിയൽ ആലോചനയുടെ ഏറ്റവും പ്രധാനം. അല്ലാതെ ഈ പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള പഴയതിനെ പുനരുദ്ധരിച്ചു കൊണ്ടുവരലല്ല. അതിന് പോസ്റ്റ് കൊളോണിയൽ എന്ന് വിളിക്കാൻ പറ്റില്ല. തൽക്കാലം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാം.